ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ നമുക്ക് വ്യാകരണ പാഠങ്ങളിൽ ആദ്യത്തെ 2 പാരഗ്രാഫ് മാത്രമല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതിന് ശേഷമുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. പേജ് നമ്പർ 62 എടുത്തു എല്ലാവരും? അല്ല, 82. ഓക്കെ, 82 ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മൂന്നാമത്. നമ്മൾ ഭാഷയും ഭാഷാഗോത്രങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന് വാക്യമാണ്. വാക്യം. അപ്പോ വാക്യം എത്ര ഉണ്ട്? അങ്കിവാക്യം, അംഗവാക്യം. എന്താണ് വാക്യത്തിന് നിർവചനം? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതായാലും 6th ഓർമ്മയുണ്ടോ? എന്താണ് വാക്യത്തിന് നിർവചനം? അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റത്തെയാണ് എന്ത്? വാക്യം എന്ന് പറയുന്നത് അല്ലെ? ഒരു വാക്കിൻ പറ്റമാണ്, വാക്കുകളുടെ കൂട്ടാണ് എന്ത്? പറ്റയുടെ കൂട്ടെന്നല്ലേ അർത്ഥം വാക്യം. അപ്പോ അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റത്തെയാണ് എന്ത്? വാക്യം എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ കഴിഞ്ഞ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ മക്കളെ? അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാമർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ അതായത് 6ാം ക്ലാസ്സില് ഇല്ലേ? എന്താണ് വാക്യത്തിന് നിർവചനം പഠിച്ചിട്ടുണ്ട്? ആർക്ക് പറയാൻ പറ്റുമോ അത് ശരിക്കും നിർവചനം? പഠിച്ചതെല്ലാം അങ്ങ് മറന്നു പോവാണോ നിങ്ങൾക്കെല്ലാം? എന്തൊക്കെയോ നമ്മൾ കഴിഞ്ഞ 5th പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഗ്രാമർ കുറെ പഠിക്കുന്നുണ്ട്. 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? നാമം എന്നാൽ എന്ത് അറിയോ? നാമം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥം? പേരല്ലേ നാമം? പേരല്ലേ നാമം? നൗൺ കേട്ടിട്ടില്ലേ? അപ്പോ നാമം പേരാണ്. അപ്പോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് എന്ത്? നാമം. അതുപോലെ അടുക്കിന് വരുന്ന വാക്കിൻ പറ്റത്തെയാണ് വാക്യം എന്ന് പറയുന്നത്. വാക്യം. അപ്പൊ വാക്യത്തിനെ കുറിച്ചാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അതില് അങ്കിവാക്യം, അംഗവാക്യം, ചൂർണിക, സങ്കീർണകം, യൗഗികം, ഇത്രയാണ് പഠിക്കാനുള്ളത്. എന്തൊക്കെ? അങ്കിവാക്യം, അംഗവാക്യം, ചൂർണിക, സങ്കീർണകം, യൗഗികം അല്ലേ? അപ്പോ അതിന് താഴെ പറയുന്നുണ്ട് ആന നിൽക്കുന്നു എന്നത് ഒരു വാക്യമാണ്. ആന പന തിന്നുന്നു എന്നതും വാക്യം തന്നെ. ആദ്യത്തേതിൽ കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേതിൽ അപ്പൊ ആദ്യത്തെ വാക്യം ഏത്? ആന നിൽക്കുന്നു എന്നതില് കർത്താവ് ഏതാണ്? ആരാ കർത്താവ്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആന. ആനയാണ് ആന നിൽക്കുന്നു എന്നതിന്റെ സബ്ജക്റ്റ് അല്ലെ? കർത്താവ്. അപ്പൊ ആന നിൽക്കുന്നു എന്നതില് അതായത് ആദ്യത്തേതിൽ കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ. ഏതാ ക്രിയ? വെർബ്. അതിലത്തെ നിൽക്കുക അല്ലെ? നിൽക്കുന്നു എന്നല്ലേ ഉള്ളത്? അപ്പൊ നിൽക്കുകയാണ് അതിലത്തെ ക്രിയ. അപ്പൊ ആന നിൽക്കുന്നു എന്നതില് എന്താ ഉള്ളത്? കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തതിൽ എന്തൊക്കെയുണ്ട്? കർത്താവ്, കർമ്മം, ക്രിയ. ഏതാ രണ്ടാമത്തത്? ആന പന തിന്നുന്നു. ആന എന്താണ് തിന്നുന്നത്? പന. അതാണ് രണ്ടാമത്തേല് കർത്താവുണ്ട്, കർമ്മമുണ്ട്. അപ്പോ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി എന്ത്? കർമ്മം. മനസ്സിലായില്ലേ? കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുന്നില്ല. അപ്പൊ എന്ത് പ്രവൃത്തിയാണ് എന്നുള്ള ചോദ്യത്തിനാണ് ആ ഉത്തരം. എന്താ തിന്നുന്നത്? പന. അപ്പോ കർത്താവും കർമ്മവും ക്രിയയും ഉണ്ട് രണ്ടാമത്തെ വാക്യത്തിൽ. ഇങ്ങനെ ഒരാശയം പൂർണ്ണമായ വാക്യത്തിനാണ് അങ്കിവാക്യം എന്ന് പറയുന്നത്. അങ്കിവാക്യം എന്നാൽ എന്ത് എന്നാണ്? ഒരാശയം പൂർണ്ണമായ വാക്യത്തിനാണ് അങ്കിവാക്യം എന്ന് പറയുന്നത്. ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്ക് ചൂർണിക എന്ന് പറയും. അപ്പൊ ഒരു അങ്കിവാക്യം മാത്രമാ ഉള്ളതെങ്കിൽ അതിന് ചൂർണിക എന്നും പേര് വരും. മനസ്സിലായോ? അപ്പൊ ഒരു പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ആന നിൽക്കുന്നു എന്നത് ഒരു വാക്യമാണ് അല്ലേ? ആന പന തിന്നുന്നു എന്നത് വാക്യം തന്നെ. അപ്പൊ അതില് ഒന്നില് കർത്താവും ക്രിയയേ ഉള്ളൂ, മറ്റേല് കർത്താവും കർമ്മവും ക്രിയയുണ്ട്.
അപ്പോ ഇങ്ങനെ ഒരു ആശയം പൂർണ്ണമായ വാക്യത്തിന്, അതായത് ആദ്യത്തേല് അങ്ങനെയില്ല, രണ്ടാമത്തേല് പൂർണ്ണമായിട്ടുണ്ട്. അപ്പൊ പൂർണ്ണമായ വാക്യത്തിനാണ് എന്ത് പറയുക? അങ്കിവാക്യം എന്ന് പറയുക. ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്ക് ചൂർണിക എന്നും പറയും. നെക്സ്റ്റ് എന്താണ്? അടുത്ത പാരഗ്രാഫ് എന്താ പറഞ്ഞ? ആനക്കാരൻ കൊടുത്ത പനമ്പട്ട തിന്നു. ആനക്കാരൻ കൊടുത്ത പനമ്പട്ട തിന്നുന്നു എന്ന വാക്യത്തിൽ ആന പനമ്പട്ട തിന്നുന്നു എന്നത് പൂർണ്ണവാക്യവും ആനക്കാരൻ കൊടുത്ത എന്ന ഒരു അപൂർണ വാക്യവും ഉണ്ട്. അപൂർണ വാക്യത്തിന് അംഗവാക്യം എന്ന് പേര്. അപ്പോ അപൂർണവാക്യത്തിന് എന്താണ് പേര്? അംഗവാക്യം. പൂർണ്ണവാക്യത്തിന് അങ്കിവാക്യം. ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും ഉള്ള തരം വാക്യങ്ങൾക്ക് സങ്കീർണകം എന്നും പേര്. മനസ്സിലായോ? എന്തൊക്കെ മനസ്സിലായി? ഇപ്പോ വാക്യം പൂർണ്ണമാണെങ്കിൽ അത് അങ്കിവാക്യം, അപൂർണമാണെങ്കിൽ എന്ത്? അംഗവാക്യം. ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും ഉള്ള തരം വാക്യങ്ങൾക്ക് എന്ത് പറയും? അപ്പൊ അംഗവാക്യവും അങ്കിവാക്യവും ചേർന്നതിന് എന്ത് പറയും? സങ്കീർണകം എന്നും പറയും. അല്ലെ? അതിന്റെ ഇടയിൽ നമ്മൾ ചൂർണികായും പഠിച്ചിട്ടില്ല. എന്ത് ചൂർണിക? ഒരു അങ്കിവാക്യം മാത്രമുള്ള വാക്യങ്ങൾക്കാണ് എന്ത്? ചൂർണിക എന്ന് പറയുന്നത്. അതില് അംഗവാക്യം ഉണ്ടാവില്ല. അങ്കിവാക്യം മാത്രമാണെങ്കിൽ അതിന് ചൂർണിക എന്ന് പറയും. അപ്പൊ നാലെണ്ണം പറഞ്ഞു: അങ്കിവാക്യം, അംഗവാക്യം, ചൂർണിക, സങ്കീർണകം. അങ്കിവാക്യം എന്ന് പറഞ്ഞാല് എന്ത്? ആദ്യത്തെ അമ്മ അങ്കിവാക്യാണ് പറഞ്ഞത്. അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ ഒരു വാക്യം പൂർണ്ണമാണെങ്കിൽ അതിനെ അങ്കിവാക്യം എന്ന് പറയും, അപൂർണമാണെങ്കിൽ അംഗവാക്യം. പിന്നെ എങ്ങനെയാ പറഞ്ഞേ? ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്ക്, ഒരു അങ്കിവാക്യം മാത്രമേ അതിലുള്ളെങ്കിൽ അത് ചൂർണികയാണ്. അംഗവാക്യവും അങ്കിവാക്യവും ഉണ്ടെങ്കിൽ അത് സങ്കീർണവും. ഒന്നുമില്ല, രണ്ടും ഉണ്ടെങ്കിൽ അത് സങ്കീർണവും. ആനക്കാരൻ കൊടുത്ത പനമ്പട്ട ആന തിന്നുകയും പൂജാരി ആനയെ എഴുന്നള്ളിപ്പിന് ഒരുക്കുകയും ചെയ്തു എന്ന വാക്യത്തിൽ ആന പനമ്പട്ട തിന്നു, പൂജാരി ആനയെ എഴുന്നള്ളിപ്പിന് ഒരുക്കി എന്നീ രണ്ട് അങ്കിവാക്യങ്ങളും ആനക്കാരൻ കൊടുത്ത എന്ന ഒരു അംഗവാക്യവും ഉണ്ട്. ഒന്നിലേറെ അങ്കിവാക്യങ്ങളുള്ള തരം വാക്യങ്ങളെ യൗകിക വാക്യം എന്ന് പറയും. അപ്പൊ ഒന്നിലേറെ അങ്കിവാക്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? യൗകിക വാക്യം. യൗകിക വാക്യം. ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്ക് എന്താ പറയുക? എന്താ അന്മരിയ പറയാ? ഒരു അങ്കിവാക്യം മാത്രമാണെങ്കിൽ എന്താ പറയുക? അത് എന്ത് തരം വാക്യാണ്? ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾ ഏതാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നോ അതിലധികമോ അങ്കിവാക്യങ്ങൾ ഉള്ളത്. സോറി, തെറ്റാണ്. ഒന്നോ അതിലധികമോ ഉള്ള വാക്യങ്ങളാണ് സങ്കീർണകം. മനസ്സിലായില്ലേ? ഒരു അങ്കിവാക്യം മാത്രമുള്ള വാക്യങ്ങളാണ് മിസ് ഇപ്പം ചോദിച്ചത്. അതിനെന്താ പറയുക? ചൂർണിക എന്നല്ലേ പറയുക? ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്ക് ചൂർണിക എന്ന് പറയും. മനസ്സിലായോ? ഒരു ആദ്യം മുതൽ പറയാം. ആന നിൽക്കുന്നു, അത് വാക്യം, അത് അതിന് പ്രത്യേകിച്ച് പറയുന്നില്ല. ഇങ്ങനെ ഒരാശയം പൂർണ്ണമായ വാക്യമാണ് എന്ത്? അങ്കിവാക്യം. അത്രേ മാറ്റൂല. അങ്കിവാക്യം, അംഗവാക്യം, അല്ലേ? ഒന്ന് അങ്കിവാക്യം, ഒന്ന് അംഗവാക്യം. അപ്പൊ അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ ഒരു വാക്യം പൂർണ്ണമാണെങ്കിലാണ് അത് അങ്കിവാക്യം, അപൂർണമാണെങ്കിൽ അംഗവാക്യം. മനസ്സിലായോ? അത് രണ്ടും. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്ക്, അതായത് ഒരു പൂർണ്ണമായ ഒരു വാക്യം മാത്രമേ ഉള്ളൂ, അതിനെന്ത് പറയും? ചൂർണിക എന്ന് പറയും. പിന്നെന്താ പറയുന്നത്? അടുത്തതിൽ എന്താ പറഞ്ഞത് അറിയാം? അപൂർണ വാക്യം. ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും ഉള്ള തരം വാക്യങ്ങൾക്ക്, അതായത് ഒരു അങ്കിവാക്യം ഉണ്ടാവണം, പിന്നെന്ത് വേണം? ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും അപൂർണമല്ലാത്ത വാക്യങ്ങളും ഉണ്ടെങ്കിൽ എന്താവും? അത് സങ്കീർണകാവും. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തേ. അതായത് ഫസ്റ്റ് വൺ എന്താ ചെയ്യുന്നത്? ഒരാശയം പൂർണ്ണമായ വാക്യത്തിനാണ് എഴുതുന്നത്. ആദ്യത്തെ പാരഗ്രാഫിൽ ഉള്ളത് എഴുത്, അല്ല അണ്ടർലൈൻ ചെയ്യും. ഒരാശയം പൂർണ്ണമായ വാക്യത്തിനാണ് അങ്കിവാക്യം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? കണ്ടോ? അത് ദിയ കണ്ടോ? മോളേത് വരച്ചോ?
ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ കുറച്ച് താഴോട്ടുള്ളത് ഒരാശയം പൂർണ്ണമായ വാക്യത്തിനാണ് അങ്കിവാക്യം എന്ന് പറയുന്നത്. ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്ക് ചൂർണിക എന്നാണ് പേര്. അത് രണ്ടും വരച്ചോ? അപൂർണ വാക്യത്തിനാണ് എന്ത് പറയുക? അടുത്ത രണ്ടാമത്തെ പാരഗ്രാഫിലുള്ളത് അപൂർണ വാക്യത്തിന് അംഗവാക്യം എന്ന് പറയും. പൂർണ്ണമല്ലാത്ത വാക്യത്തിന്, അതായത് അപൂർണമായ വാക്യത്തിന്. കണ്ടോ വരാതെ? അത് കണ്ടോ? ഇപ്പൊ നമ്മൾ എടുത്തത് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഉള്ളത് അപൂർണ വാക്യത്തിന് അംഗവാക്യം എന്ന് പേർ. കണ്ടോ? പിന്നെ അടുത്ത അതേ അതിലെന്നില്ല അടുത്ത സെന്റൻസ്, ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും ഉള്ളതര വാക്യങ്ങൾക്ക് സങ്കീർണകം എന്ന് പേർ. അതും വരച്ചോ. അപ്പൊ നമ്മള് അംഗവാക്യം പഠിച്ചു, അങ്കിവാക്യം പഠിച്ചു, ചൂർണിക പഠിച്ചു, സങ്കീർണവും പഠിച്ചു. ഇല്ലേ? അതെല്ലാം അണ്ടർലൈൻ ചെയ്തോ? 4 പിന്നെ പറഞ്ഞു കുറെ. അതിന് ശേഷം പറയുന്നതില് എന്താ പറയുന്നത്? ആനക്കാരൻ കൊടുത്ത പനമ്പട്ട ആന തിന്നുകയും പൂജാരി ആനയെ എഴുന്നള്ളിപ്പിന് ഒരുക്കുകയും ചെയ്തു എന്ന വാക്യത്തിൽ ആന പനമ്പട്ട തിന്നു, പൂജാരി ആനയെ എഴുന്നള്ളിപ്പിന് ഒരുക്കി എന്നീ 2 അങ്കിവാക്യങ്ങളും ആനക്കാരൻ കൊടുത്ത എന്നൊരു അംഗവാക്യവും ഉണ്ട്. ഒന്നിലേറെ അങ്കിവാക്യങ്ങളുള്ള തരം വാക്യങ്ങളെ, അടുത്ത അണ്ടർലൈൻ ചെയ്തോ, ഒന്നിലേറെ അങ്കിവാക്യങ്ങളുള്ള തരം വാക്യങ്ങളെ യൗകിക വാക്യം അഥവാ മഹാവാക്യം എന്നാണ് പറയുക. അണ്ടർലൈൻ ചെയ്തോ? കണ്ടോത്? ഒന്നിലേറെ അങ്കിവാക്യങ്ങളുള്ള തരം വാക്യങ്ങളെ യൗകിക വാക്യം അഥവാ മഹാവാക്യം എന്ന് പറയും. ഓക്കെ, വരച്ചോ? ഒന്നിലേറെ അങ്കിവാക്യങ്ങളുള്ള തരം വാക്യങ്ങളെ യൗകിക വാക്യം അഥവാ മഹാവാക്യം എന്ന് പറയും. ആനക്കാരൻ കൊടുത്ത പനമ്പട്ട തിന്ന ആനയെ പൂജാരി എഴുന്നള്ളിപ്പിനൊരുക്കി എന്ന് വാക്യം മാറ്റിയാൽ മേൽപ്പറഞ്ഞ യൗകിക വാക്യം സങ്കീർണ വാക്യമായി മാറും. സങ്കീർണ വാക്യം നമ്മൾ ആദ്യം പഠിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ് എന്താണ്? പൂരത്തിനിടയ്ക്ക് ആന പിണങ്ങിയോടി വീടുകൾ തകർത്ത് അനവധി നാശനഷ്ടങ്ങൾ വരുത്തി എന്ന വാക്യവും പ്രധാന പാപ്പാനും ഒരു പോലീസുകാരനും ഏതാനും നാട്ടുകാരനും പഴയ ഒരു ആനക്കാരനും ചേർന്ന് ആനയെ തളച്ചു എന്ന വാക്യവും ചൂർണികയാണ്. കാരണം ഒരു കർത്താവ് അനവധി ക്രിയകൾ ചെയ്യുന്ന വാക്യവും അനവധി കർത്താക്കന്മാർ ചേർന്ന് ഒരു ക്രിയ ചെയ്യുന്ന വാക്യവും ചൂർണിക. ചൂർണിക നമ്മൾ ആദ്യം പറഞ്ഞു, അതിൽ പിന്നെ കാര്യമില്ല. അപ്പൊ അത് മനസ്സിലായോ? നമ്മൾ വാക്യത്തിനെ പറ്റി പഠിച്ചു അല്ലേ? നമുക്ക് വിചാരങ്ങൾ, ശരിക്കും വാക്യത്തിന്റെ നിർവചനം എന്താ? വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് വേണ്ടി അടുക്കിന് പറയുന്ന വാക്യൻ പറ്റത്തെയാണ് എന്ത് പറയുക? വാക്യം എന്ന് പറയുക. മനസ്സിലായോ? എന്താണ് വാക്യം? എന്താ വാക്യത്തിന്റെ നിർവചനം? വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് വേണ്ടി അടുക്കിന് പറയുന്ന വാക്യൻ പറ്റത്തെയാണ് വാക്യം എന്ന് പറയുന്നത്. നമ്മൾ 5ാം ക്ലാസ്സിൽ കൃത്യമായി നിർവചനം പഠിക്കുന്നേ. എന്താണ് ദിയ? എന്താണ് ഇപ്പൊ മിസ് പറഞ്ഞ നിർവചനം എന്ന് പറഞ്ഞേ? ദിയ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, എന്താണ് വാക്യത്തെ നിർവചനം? ദിയക്ക് കേൾക്കുന്നില്ല? ദിയ, ആൻമരിയ കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? ദിയക്ക് കേൾക്കുന്നില്ലേ? എന്താണ് ആൻമരിയ മിസ് പറഞ്ഞ നിർവചനം? വികാരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി, വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് വേണ്ടി അടുക്കിന് പറയുന്ന വാക്യൻ പറ്റത്തെയാണ് വാക്യം എന്ന് പറയുന്നത്. അപ്പൊ വാക്യത്തിന് നിർവചനം, നമ്മൾ ഇന്ന് വാക്യാണ് പഠിക്കുന്നത്. അതിന്റെ വാക്യത്തിന് നിർവചനം എന്താണ്? വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് വേണ്ടി അടുക്കിന് പറയുന്ന വാക്യൻ പറ്റത്തെയാണ് വാക്യം എന്ന് പറയുന്നത്. അപ്പോ വാക്യം എത്ര തരം ഉണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് അങ്കിവാക്യം, അംഗവാക്യം, ചൂർണിക, സങ്കീർണകം, യൗകികം അല്ലേ? അതിൽ നമ്മൾ പഠിച്ചു പൂർണ്ണമായ വാക്യമാണ് അങ്കിവാക്യം, പൂർണ്ണമല്ലാത്ത വാക്യമാണ് അംഗവാക്യം. ചൂർണികയോ? ചൂർണിക എന്താണ്? ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്ക് ചൂർണിക എന്ന് പേർ അല്ലെ? പിന്നെയോ ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും ഉണ്ടെങ്കിൽ അതോ സങ്കീർണകമാണ്.
പിന്നെ പറഞ്ഞത് എന്താണ്? യൗകിക വാക്യം. യൗകിക വാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലേറെ അങ്കിവാക്യങ്ങളുള്ള തരം വാക്യങ്ങളെയാണ് യൗകിക വാക്യം അല്ലെങ്കിൽ മഹാവാക്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത്ര വരെ മനസ്സിലായോ മക്കളെ? യെസ്. അപ്പൊ ഒന്ന് വായിച്ചാൽ മര്യാദ ആ ഒരു പാരഗ്രാഫ് അല്ല വാക്യം. മിസ്സേ, വാക്യത്തിന്റെ ഫസ്റ്റ് പാരഗ്രാഫ്. ആ വാക്യം കണ്ടോ? മൂന്നാമത്തത്. അത് മുതൽ. ആന നിൽക്കുന്നു എന്നത് ഒരു വാക്യമാണ്. ആന പന തിന്നുന്നു എന്നതും വാക്യം തന്നെ. ആദ്യത്തേതിൽ കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേതിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 ഘടകങ്ങളുണ്ട്. ഇങ്ങനെ ഒരാശയം പൂർണ്ണമായ വാക്യത്തിനാണ് അങ്കിവാക്യം എന്ന് പറയുന്നത്. ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്ക് ചൂർണിക എന്ന് പേർ. ആനക്കാരൻ കൊടുത്ത പനമ്പട്ട തിന്നുന്നു എന്ന വാക്യത്തിൽ ആന പനമ്പട്ട തിന്നുന്നു എന്ന പൂർണ്ണവാക്യവും ആനക്കാരൻ കൊടുത്ത എന്ന ഒരപൂർണ വാക്യവും ഉണ്ട്. അപൂർണവാക്യത്തിന് അങ്കവാക്യം എന്ന് പേർ. ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അങ്കവാക്യങ്ങളും ഉള്ള തരം വാക്യങ്ങൾക്ക് സങ്കീർണം എന്ന് പേർ. ആനക്കാരൻ കൊടുത്ത പനമ്പട്ട ആന തിന്നുകയും പൂജാരി ആനയെ എഴുന്നള്ളിപ്പിന് ഒരുക്കുകയും ചെയ്തു എന്ന വാക്യത്തിൽ ആന പനമ്പട്ട തിന്നു, പൂജാരി ആനയെ എഴുന്നള്ളിപ്പിന് ഒരുക്കി എന്നീ 2 വാക്യങ്ങളും ആനക്കാരൻ കൊടുത്ത എന്ന ഒരങ്കവാക്യവും ഉണ്ട്. ഒന്നിലേറെ അങ്കിവാക്യങ്ങളുള്ള തരം വാക്യങ്ങളെ യൗകിക വാക്യം അഥവാ മഹാവാക്യം എന്നാണ് പറയുക. ആനക്കാരൻ കൊടുത്ത പനമ്പട്ട തിന്ന ആനയെ പൂജാരി എഴുന്നള്ളിപ്പിന് ഒരുക്കി എന്ന വാക്യം മാറ്റിയാൽ മേൽപ്പറഞ്ഞ യൗകിക വാക്യം സങ്കീർണ വാക്യമായി മാറും. പൂരത്തിനിടയ്ക്ക് ആന പിടങ്ങി ഓടി വീടുകൾ തകർത്ത അനവധി നാശനഷ്ടങ്ങൾ വരുത്തി എന്ന വാക്യവും പ്രധാന പാപ്പാനും ഒരു പോലീസുകാരനും ഏതാനും നാട്ടുകാരും പഴയ ഒരാനക്കാരനും ചേർന്ന് ആനയെ തളച്ചു എന്ന വാക്യവും ചൂർണികയാണ്. കാരണം ഒരു കർത്താവ് അനവധി ക്രിയകൾ ചെയ്യുന്ന വാക്യവും അനവധി കർത്താക്കന്മാർ ചേർന്ന് ഒരു ക്രിയ ചെയ്യുന്ന വാക്യവും ചൂർണിക തന്നെ. അത്ര വരെ ക്ലിയർ ആയില്ലേ? അപ്പൊ വാക്യത്തിന്റെ നിർവചനം ഓർമ്മയുണ്ടാവണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് വേണ്ടി അടുക്കിന് പറയുന്ന വാക്യം പറ്റത്തെയാണ് വാക്യം എന്ന് പറയുന്നത്. വാക്യങ്ങൾ എത്ര വിധം? അങ്കിവാക്യം, അംഗവാക്യം, ചൂർണിക, സങ്കീർണകം, യൗകികം അല്ലെ? യൗകിക അല്ലെങ്കിൽ മഹാവാക്യം. ഇങ്ങനെ ഇത്രയാണ് ഉള്ളത്. അപ്പൊ എന്താണ് അങ്കിവാക്യം? ഒരു വാക്യം പൂർണ്ണമാണെങ്കിൽ അത് അങ്കിവാക്യം, അപൂർണമാണെങ്കിൽ ഇത് അംഗവാക്യം. പിന്നെന്താ? ചൂർണിക. ഒരു അങ്കിവാക്യം മാത്രമുള്ള തരം വാക്യങ്ങൾക്കാണ് ചൂർണിക എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? ഒരു അങ്കിവാക്യവും ഒരു അംഗവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും ഉള്ള തരം വാക്യങ്ങൾക്ക് സങ്കീർണകം എന്നാണ് പേര്. പിന്നെന്താ? ഒന്നിലേറെ അങ്കിവാക്യങ്ങളുള്ള തരം വാക്യങ്ങളെ യൗകിക വാക്യം അല്ലെങ്കിൽ മഹാവാക്യം എന്നും പറയും അല്ലെ? ഇത്രയാണ് അതിന് പഠിച്ചത്. ഓക്കെ, എല്ലാവരും പോയല്ലോ അല്ലെ? ഷോണെല്ലാം പോയല്ലോ. അപ്പൊ ക്രിയ, കേവലം, പ്രയോജനം അല്ലെ? കൂട്ടി വായിക്കുന്നു, അധ്യാപകൻ കുട്ടിയെ വായിപ്പിക്കുന്നു. ഈ വാക്യങ്ങൾ നോക്കുക. ആദ്യത്തേത് കുട്ടി സ്വമനസാലെ ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് അധ്യാപകന്റെ പ്രേരണ കൊണ്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ എന്താണ്? കുട്ടി വായിക്കുന്നു എന്നത് സ്വമനസാലെ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? അധ്യാപകൻ കുട്ടിയെ വായിപ്പിക്കുന്നു എന്ന് പറയുന്നത് അധ്യാപകന്റെ പ്രേരണയാണ് കുട്ടി വായിക്കുന്നു എന്നർത്ഥം അല്ലെ? അപ്പോ പരപ്രേരണയോടെ ചെയ്യുന്ന ക്രിയ പ്രയോജക ക്രിയ. എന്താണ് പ്രയോജക ക്രിയ? പരപ്രേരണയോടെ ചെയ്യുന്ന ക്രിയയാണ്. അതായത് പരപ്രേരണ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രേരണയോടെ ചെയ്യുന്ന ക്രിയയാണ് എന്ത്? പ്രയോജക ക്രിയ. പരപ്രേരണ കൂടാതെ ചെയ്യുന്നത് കേവല ക്രിയ. പരപ്രേരണയെ കൂടാതെ എന്ന് പറയുമ്പോൾ കുട്ടി വായിക്കുന്നു എന്നുള്ളത് ഇവിടെ കേവല ക്രിയയാണ്. മറ്റേതോ അധ്യാപകൻ കുട്ടിയെ വായിപ്പിക്കുന്നു എന്നതോ പ്രയോജക ക്രിയ. അത് പ്രേരണയോടെ ചെയ്യുന്നു.
അപ്പോ പാടുന്നു, ഓടുന്നു, ഉണ്ണുന്നു എന്നീ ക്രിയകൾ കേവല ക്രിയകളാണ്. പാടിക്കുന്നു, ഓടിക്കുന്നു, ഊട്ടുന്നു എന്നിവ എന്താണ്? പ്രയോജക ക്രിയകളാണ്. അല്ലെ? മറ്റുള്ളവരുടെ പ്രേരണയോടുകൂടിയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? പ്രയോജക ക്രിയയാണ്. സ്വന്തം പ്രേരണയോടെ ചെയ്യുന്ന, സ്വന്തമായി സ്വമനസാല ചെയ്യുന്നതാണെങ്കിൽ എന്ത്? കേവല ക്രിയയാണ്. അതിന് ഉദാഹരണം എന്താണ്? എക്സാമ്പിൾ പാടുന്നു, ഓടുന്നു, ഉണ്ണുന്നു എന്നതൊക്കെയാണ് കേവല ക്രിയക്ക് ഉദാഹരണങ്ങൾ. നെക്സ്റ്റ് പ്രയോജക ക്രിയക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഓടിക്കുന്നു, ഊട്ടുന്നു, പാടിക്കുന്നു. അല്ലെ? ഓക്കെ. അപ്പൊ ക്രിയയില് കേവലം പ്രയോജകം രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. കേവല ക്രിയയും പ്രയോജക ക്രിയയും. പ്രയോജക ക്രിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ള പരപ്രേരണയോടുകൂടി ചെയ്യുന്നതാണ് ഏത്? പ്രയോജക ക്രിയ. മനസാല ചെയ്യുന്നത് എന്താണ്? ഇതാണ് അൻവരിയ. മനസാല ചെയ്യുന്നത് മനസാല ചെയ്യുന്ന ക്രിയ ഏതാണ്? അൻവരിയ കേൾക്കുന്നില്ല? അൻവരിയക്കും ആൻമരിക്ക് കേൾക്കുന്നില്ല മോളെ? കേൾക്കുന്നുണ്ടോ? അപ്പൊ മനസാല ചെയ്യുന്നത് കേവല ക്രിയ. പരപ്രേരണയോടുകൂടി ചെയ്യുന്നത് പ്രയോജക ക്രിയ. അത്രയേ അതിലുള്ളൂ. അപ്പൊ പ്രയോജക ക്രിയക്ക് ഒരു ഉദാഹരണം പറഞ്ഞേ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ പ്രയോജക ക്രിയക്ക്. പ്രയോജക ക്രിയ എന്നാൽ എന്ത്? എന്താ ദിയ? പ്രയോജക ക്രിയ എന്ന് പറഞ്ഞാൽ എന്ത്? മറ്റുള്ളവരുടെ സഹായം കൂടാതെ പരപ്രേരണയോടുകൂടി, അതായത് മറ്റുള്ളവരുടെ സഹായത്തോടെ ചെയ്യുന്നതാണ് എന്ത്? സഹായത്തോടെ അല്ലെങ്കിൽ പ്രേരണയോടുകൂടി ചെയ്യുന്നതാണ് എന്ത്? പ്രയോജക ക്രിയ. നമ്മളെ സ്വമനസാല ചെയ്യുന്നതാണ് എന്ത്? കേവല ക്രിയ. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞേ, പ്രയോജക ക്രിയക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഓടുന്നു. ഓടുന്നു പ്രയോജക ക്രിയാണോ? അത് കേവല ക്രിയല്ലേ? സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ഓടലല്ലേ? ഓടിക്കുന്നു പറയണ്ടേ? വേറൊരാളെ നമ്മൾ ഓടിപ്പിക്കുന്നെങ്കിൽ എന്താ വേണം? ഓടിക്കുന്നു. അപ്പൊ പ്രയോജക ക്രിയക്ക് എക്സാമ്പിള് ഓടിക്കുന്നു. ഒരു കേവല ക്രിയക്ക് ഒരു ഉദാഹരണം പറഞ്ഞേ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ. കേവല ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? എന്താണ് നിർവചനം? സ്വമനസാലെ ചെയ്യുന്നതാണ് കേവല ക്രിയ. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞേ. കളിക്കുന്നു. കളിക്കുന്നു. അപ്പൊ പ്രയോജക ക്രിയ ആണെങ്കിൽ എങ്ങനെയാ അത് പറയേണ്ടത്? കളിക്കുന്നു എന്നുള്ളത്. മറ്റുള്ളവരുടെ ഹെൽപ്പോട് ചെയ്യുന്നതാണെങ്കിൽ പ്രേരണയോട് കൂടി ചെയ്യുന്നതാണ് എന്താ പറയില്ല നമ്മള്? കളിക്കുന്നു എന്നുള്ളത്. കളിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ മറ്റുള്ളവരുടെ പ്രേരണയോട് കൂടിയാണെങ്കിൽ നിങ്ങൾ കളിക്കുന്നതിന് എന്താവും? കളിപ്പിക്കുന്നു എന്നാവും. അപ്പൊ ഓടുന്നതിന് ഓടിക്കുന്നു ആവും. വായിക്കുന്നു എന്നുള്ളത് വായിപ്പിക്കുന്നു എന്നാവും. മനസ്സിലായില്ലേ? മനസാല നീ ഇപ്പൊ വായിക്കുകയാണെങ്കിൽ എന്താവും? വായിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ് നിർബന്ധിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞ് നിർബന്ധിച്ച് വായിക്കുന്ന എന്താവും നമ്മള്? അതായത് അമ്മ വായിപ്പിക്കുന്നതാണെങ്കിൽ എന്താണ്? വായിപ്പിക്കുക ആവും. അല്ലെ? വായിക്കലല്ലോ പിന്നെ അത് വായിപ്പിക്കുക. മനസ്സിലായോ? അതാ പ്രത്യേകത. പരപ്രേരണയോടുകൂടി ചെയ്യുന്നതാണ് എന്ത്? പ്രയോജക ക്രിയ. സ്വന്തം മനസാല ചെയ്യുന്നതാണ് കേവല ക്രിയ. അപ്പൊ എക്സാമ്പിൾ പറയുമ്പോ നിങ്ങൾ അത് ആലോചിച്ച് പറയണം. മനസ്സിലായോ? അതുപോലെ അങ്കിവാക്യം എന്നതിനൊരു എക്സാമ്പിൾ പറയുന്നത് പറഞ്ഞാൽ ഇങ്ങനെയാ പൂർണ്ണമായ ഒരു വാക്യമായിട്ട്. അപൂർണ വാക്യാണ് എന്ത്? അംഗവാക്യം. മനസ്സിലായോ? ഇതിലുള്ള എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. ഗ്രാമർ പഠിക്കുമ്പോൾ അത് കഴിഞ്ഞ ക്ലാസ് പഠിച്ച വാക്യം അതിന്റെ നിർവചനം പോലും ഓർമ്മയില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ് നിങ്ങള് ഗ്രാമർ പഠിച്ചില്ലേ മക്കളെ? 5 6 നിങ്ങൾ ഗ്രാമർ കുറച്ച് പഠിച്ചിട്ടേ, വ്യാകരണ പാഠങ്ങൾ പഠിച്ചിട്ടേ കുറച്ച് പഠിച്ചോ? ഇല്ലേ? ഇന്നൊരു ഉഷാറില്ലല്ലോ ആർക്കും, രണ്ടാക്കും ഉണ്ടാ? ഓക്കെ, എന്നാ അതൊന്ന് വായിച്ചെറിയ. ക്രിയ, കേവലം, പ്രയോജകം. 4-മത്തത് വായിച്ചേ. കണ്ടോ? കേൾക്കുന്നില്ലല്ലോ. മ്യൂട്ടല്ല, അല്ല അൺമ്യൂട്ടല്ല.
ഇപ്പൊ കേൾക്കാമോ സാർ? യെസ്. കുട്ടി വായിക്കുന്നു, അധ്യാപകൻ കുട്ടിയെ വായിപ്പിക്കുന്നു. ഈ വാക്യങ്ങൾ നോക്കുക. ആദ്യത്തെ കുട്ടി സ്വമസാലെ ചെയ്യുന്നതാണ്. രണ്ടാമത്തത് അധ്യാപകന്റെ പ്രേരണ കൊണ്ടാണ് ചെയ്തത്. പരപ്രേരണയോടെ ചെയ്യുന്ന ക്രിയ പ്രയോജക ക്രിയ. പരപ്രേരണയെ കൂടാതെ ചെയ്യുന്ന കേവലക്രിയ. പാടുന്നു, ഓടുന്നു, ഉണ്ണുന്നു എന്നീ ക്രിയകൾ കേവലക്രിയകളാണ്. പാടിപ്പിക്കുന്നു, ഓടിക്കുന്നു, ഊട്ടുന്നു എന്നിവ പ്രയോജക ക്രിയകളാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇത് നല്ലപോലെ ഒന്ന് വായിക്കണേ. എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നല്ലപോലെ വായിക്കണം. അവിടെ എക്സാമ്പിളും എല്ലാം ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, അപ്പൊ ഇപ്പം ജസ്റ്റ് എന്താണ് ഓടുന്നു എന്ന് പറയുന്നത് ഏത് ക്രിയ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിയണം എന്ത് കേവല ക്രിയ ആണെന്ന്. മനസ്സിലായോ? ഇനി ഓടിക്കുന്നു എന്നാണെങ്കിൽ അത് പ്രയോജക ക്രിയയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നല്ലപോലെ വായിക്കണം. ഇതിന്റെ ടെക്സ്റ്റ് വായിക്കണം. എക്സാമിന് നല്ലപോലെ പഠിക്കുകയും വേണം. 15-ാം തീയതി നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യലേന്ന് എല്ലാ സബ്ജക്റ്റും നല്ലപോലെ പഠിക്കുക. ഓക്കെ, ബൈ. See you. കഴിഞ്ഞു, സമയം കഴിയാറായി. ബൈ.